മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നതായി പരാതി. ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും സംവരണവും നിഷേധിക്കപ്പെടുന്നു. അന്തർ സംസ്ഥാന കുടിയേറ്റ നിയമവുമായി ബന്ധപ്പെട്ട സങ്കീർണതകളാണ് ആശങ്കകളായി മാറുന്നത്. ചിലർ ആഴ്ചകളായി, മറ്റു ചിലർ മാസങ്ങളായി ജാതി സർട്ടിഫിക്കറ്റിനായി സർക്കാർ ഓഫീസുകളിൽ കയറിറങ്ങുകയാണ്. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ അവസ്ഥയാണിത്. മാസങ്ങൾക്ക് മുൻപ് അപേക്ഷ നൽകിയിട്ടും സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല. അപേക്ഷകനോ അവരുടെ പൂർവികരോ 1950 മുൻപ് ഇവിടെ താമസിച്ചിരുന്നതായി തെളിയിക്കുന്ന പഴയ രേഖകൾ ഹാജരാക്കണമെന്ന നിബന്ധനയാണ് വെല്ലുവിളി. സ്വന്തമായി ഭൂമിയില്ലാത്ത തോട്ടം തൊഴിലാളികൾക്ക് രേഖകൾ കാണിക്കാൻ സാധിക്കാറില്ല. ദേവികുളം മൂന്നാർ വില്ലേജിൽ ஜாதி சர்டிஃபிகேட்டுக்குள்ள பிரச்சனைகள் காலங்களாய் நடந்து வந்துட்டு இருக்கு. இதுக்கு இதுவரை ஒரு சொல்யூஷன் நடந்ததில்லை. இது குட்டிகள், அதாவது இப்போ படிக்கக்கூடிய குழந்தைகளுக்குள்ள படினங்களும் பாதிக்கப்படுது. அது இல்லாமல் இந்த ஜாதி சர்டிஃபிகேட்டுங்கிற பேரில் டெய்லியும் இதுக்கு பின்னாடி அவங்க பேரண்ட்ஸ் ஓடி நடக்கிறதுனால அவங்களோட வேலைகள் பாதிக்கி அவங்களோட പണങ്ങൾ தேவையில்லாமல் ചെലവഴിച്ചിട്ട് ഇருக்கு. ദേവികുളം മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ജാതി പ്രശ്നം ഉയർന്നത്. സംവരണ മണ്ഡലമായ ദേവികുളത്ത് മത്സരിക്കാൻ മുൻ MLA A. രാജയ്ക്ക് യോഗ്യതയില്ലെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. സുപ്രീം കോടതി വിധി സ്റ്റേ ചെയ്തെങ്കിലും ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള സങ്കീർണത നീങ്ങിയിട്ടില്ല. ഒരു ദിവസത്തെ കൂലി ഉപേക്ഷിച്ചാണ് പലരും ഓഫീസുകളിലെത്തുന്നത്. மைக்ரான் சர்டிஃபிகேட் வேணும் அப்படின்னாங்க. நான் என் வைஃப் பேர்ல மைக்ரான் சர்டிஃபிகேட் வரைக்கும் வாங்கி கொடுத்தாச்சு. இது என்னோட கம்யூனிட்டி சர்டிஃபிகேட், இதையும் வச்சு கொடுத்தாச்சு. ஆனாலும் இன்னும் மைக்ரான் சர்டிஃபிகேட் இதுக்கு முன்னால வேலை செஞ்சவங்களுக்குள்ளது வேணும் அப்படின்னு கேட்குறாங்க. நான் இதுக்கு முன்னாடி வேலை செஞ்ச எங்க அப்பா அம்மா எஸ்டேட்ல வேலை செய்ய கிடையாது. அவங்க பிரைவேட்ல தான் நாங்கள் இருந்தோம். நானும் இங்கே தான் இருக்கேன். நான் யாருக்குள்ள மைக்ரோ சர்டிஃபிகேட் வச்சு நான் இந்த சர்டிஃபிகேட் வாங்க முடியும்? எங்களை மாதிரி எத்தனையோ பேர் பிள்ளைகளை படிக்க வைக்க முடியாம ரொம்ப കഷ്ടപ്പെടുறோம் സാർ. അന്തർ സംസ്ഥാന കുടിയേറ്റ നിയമം കേന്ദ്രം ഭേദഗതി ചെയ്യുകയോ സംസ്ഥാന സർക്കാർ ഇടപെടുകയോ ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം. കൈരളി ന്യൂസ്, ഇടുക്കി.